ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് മംഗളാശംസകൾ. രക്ഷകന്റെ പിറവി ആഘോഷിക്കുവാൻ പരമ്പരാഗതമായി ഒരുക്കാറുള്ള പുൽക്കൂട്ടിൽ കാളയും കഴുതയും കാണപ്പെടും. എന്നാൽ ഇതിൻ്റെ പിന്നിലെ കാരണം വ്യക്തമാക്കുന്നത് സുവിശേഷങ്ങളല്ല, പഴയ നിയമമാണ് എന്നറിയാമോ? ഏറ്റവും നല്ല ഉദ്ധരണി യേശയ്യാ 1-ാം അധ്യായം 3-ാം തിരുവചനമാണ്. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ആഴത്തിൽ ചിന്തിച്ചാൽ സൃഷ്ടികളായ മൃഗങ്ങൾ പോലും അവയുടെ യഥാർത്ഥ ഉടയവനെ തിരിച്ചറിയുന്നു. എന്നാൽ മനുഷ്യർ പലപ്പോഴും അവിടുത്തെ തിരിച്ചറിയാതെ പോകുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ രക്ഷകനെ തേടുവാനും അവിടുത്തെ കണ്ടെത്തുവാനും സകല മനുഷ്യർക്കും ഇടയാകട്ടെ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ജെറമിയ 29-ാം അധ്യായം 13-ാം തിരുവചനം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.